പ്രൈസ് ദ ലോർഡ്. സ്വർഗീയ സന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടി സ്വർഗത്തിലെ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകി. രോഗമില്ലാതെ, ദുഃഖമില്ലാതെ, ആമേൻ, ആക്സിഡൻ്റ് മരണങ്ങളില്ലാതെ, ആത്മഹത്യ മരണങ്ങളില്ലാതെ, തകർച്ചകളില്ലാതെ, ആമേൻ, നല്ല ഒരു ദിനം കൂടി ദാനമായി ആമേൻ നമുക്ക് നൽകിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും ഇത്തരുണത്തിൽ ഞാൻ അർപ്പിക്കുന്നു. വാട്ട് ഷുഡ് ഐ ഡു ടു ബി ബ്ലെസ്ഡ്? അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം എന്തു ചെയ്യണം? ഇന്ന് അനേകരുടെ ഹൃദയത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമാണ്, അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരിക്കൽ കാരാഗൃഹ പ്രമാണി ആമേൻ അപ്പോസ്തലന്മാരോട് ചോദിച്ചതുപോലെ, ആമേൻ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് അനേകർ ചോദിക്കുന്നു, അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഉത്തമമായ ഒരു സത്യവചനം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയോടെ ആമേൻ നിങ്ങൾ കേട്ട് ആ വചനം നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആ വചനത്തെ നിങ്ങൾ സ്വായത്തമാക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം. അവിടെ പ്രകാരം വിശുദ്ധ ബൈബിളിൽ പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ. അപ്പോൾ ഉയർച്ച വരുന്നത് ആമേൻ താഴ്മയിൽ നിന്നാണ് ഉയർച്ച ലഭിക്കുന്നത്. താഴ്ത്തുക, താഴ്ത്തി സമർപ്പിക്കുക, താഴ്മയുള്ള ഒരു ആത്മിക ജീവിതം, താഴ്മയുള്ള ഒരു സ്പിരിച്വൽ ലൈഫ്, അതായിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. ആ ഒരു താഴ്മയുള്ള ജീവിതമായിരിക്കണം ആമേൻ നിങ്ങൾ നയിക്കപ്പെടേണ്ടത്, നിങ്ങൾ നയിക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അനുഗ്രഹങ്ങളും ഉയർച്ചകളും മാത്രമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന, സ്തോത്രം, കർത്താവായ യേശുക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അഹങ്കാരം എന്ന പദം ഒരിക്കലും കടന്നു വരരുത്. എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ അഹങ്കാരം കടന്നു വന്നാൽ നഷ്ടപ്പെടുന്നത് ദൈവിക അനുഗ്രഹങ്ങളും ഉയർച്ചകളുമായിരിക്കുമെന്ന് ഇത്തരുണത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ താഴ്മ ധരിക്കുക, അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അത് ഇരുളിന്റെ പ്രവൃത്തിയാണ്. ഇരുട്ടിന്റെ പ്രവൃത്തിയെ ശാസിക്കുകയത്രേ വേണ്ടത്. ഹല്ലേലൂയ. അഹങ്കാരം നമ്മെ തകർത്ത് കളയും. അഹങ്കാരം നമ്മെ ഇല്ലായ്മ ചെയ്യും. അഹങ്കാരം നമ്മുടെ അനുഗ്രഹത്തെ ചോർത്തിക്കളയും. അഹങ്കാരം നമ്മുടെ അനുഗ്രഹത്തെ, ബ്ലെസ്സിങ്ങിനെ ബ്ലോക്ക് ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഒരിക്കലും അഹങ്കാരം കടന്നു വരാൻ പാടില്ല. അഹങ്കാരത്തെ വെടിയുക, അഹങ്കാരത്തെ അവോയ്ഡ് ചെയ്ത് നമ്മെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ സബ്മിറ്റ് ചെയ്യുക, നമ്മെ സമർപ്പിക്കുക, നമ്മെ വിനയപ്പെടുത്തുക, യേശുവിന്റെ മുൻപിൽ നമ്മെ കീഴ്പ്പെടുത്തുക. ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആമേൻ. ഹല്ലേലൂയ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ആമേൻ വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ആമേൻ ധനവും മാനവും ജീവനും ആകുന്നു. 3 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നത്. ആമേൻ. യഹോവ ഭക്തിയോടെ താഴ്മയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന 3 വിധത്തിലുള്ള ബ്ലെസ്സിങ്ങിനെ കുറിച്ച് ബൈബിൾ എഴുതി വച്ചിരിക്കുന്നു. ഒന്നാമതായി ധനം, രണ്ടാമതായി മാനം, മൂന്നാമതായി ജീവൻ. ഈ 3 കാര്യങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് കർത്താവ് ആമേൻ സ്തോത്രം അയക്കാൻ തക്കവണ്ണം ഇടയാകും. ഫിയർ ഓഫ് ദ ലോർഡ്, ആമേൻ ദൈവത്തോടുള്ള ഭക്തി. 2 ആമേൻ ഹ്യൂമിലിറ്റി, താഴ്മ. ഫിയർ ഓഫ് ദി ലോർഡ്
രണ്ട് ഹ്യൂമിലിറ്റി, താഴ്മ. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതം യഥാർത്ഥ അനുഗ്രഹവും വിജയവുമായി മാറുന്നത്. നിങ്ങൾക്കൊരു വിജയമുണ്ട്. നീ എന്നും തോൽവിയിൽ കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രിയ സഹോദരിയെ, പ്രിയ സഹോദര, പ്രിയ കർത്താവിന്റെ ദാസനെ, നിങ്ങൾ ഒരിക്കലും ഹല്ലേലൂയ തോൽവിയിൽ കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലെന്നേ. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ മടങ്ങുക ആ താഴ്മയിലേക്ക്, ഹല്ലേലൂയ, ആ വിനയത്തിലേക്ക്. നിങ്ങളെ യേശുവിന്റെ മുമ്പിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തു കൊടുക്കുക. യേശുവിന്റെ മുൻപിൽ, യേശു കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കുക. ആ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നത് യഥാർത്ഥമായ വിജയവും അനുഗ്രഹങ്ങളുമായിരിക്കും. ഒരിക്കലും നിങ്ങളുടെ വിജയത്തെ തടയാൻ, ഒരിക്കലും യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അനുഗ്രഹത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയാതെ വണ്ണം ദൈവം നിങ്ങളെ ഉയർത്തി മാനിപ്പാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ച് കാണാൻ കഴിയുന്നു. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കാൻ അതിന്റെ പിന്നിൽ ശക്തമായൊരു റീസൺ കിടക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് റീസൺ? ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാമിന്റെ താഴ്മയെ കുറിച്ച് കാണാൻ കഴിയും. അബ്രഹാം താഴ്ത്തി കൊടുക്കുന്ന താഴ്മയുള്ള ഒരു ഭക്തനായിരുന്നു. അബ്രഹാം പ്രാർത്ഥിക്കുക മാത്രമല്ല, അബ്രഹാം യാഗം ചെയ്യുക മാത്രമല്ല, അബ്രഹാം ആരാധിക്കുന്നവൻ മാത്രമല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ മാത്രം ആയിരുന്നില്ല. അബ്രഹാം താഴ്മ ധരിക്കുന്നവൻ കൂടിയായിരുന്നു. അബ്രഹാം താഴ്മയിൽ ജീവിച്ച ഒരു ദൈവത്തിന്റെ വിശുദ്ധനായിരുന്നു. അബ്രഹാം അവിടെ ഇപ്രകാരം ആണ് അബ്രഹാം പറയുന്നത്, പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞു. അർത്ഥം, കർത്താവിനോട് സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു. അബ്രഹാം പറയുന്നു, ഞാൻ പൊടിയാണ്, ഞാൻ വെണ്ണീറാണ്, ഞാൻ ഒന്നുമല്ല. ഹല്ലേലൂയ. അബ്രഹാം അവിടെ സ്വയം കർത്താവിന്റെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുകയാണ്. താഴ്മയുള്ളവനെ ദൈവം കടാക്ഷിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ കടാക്ഷം നിങ്ങളുടെ മേലുണ്ട്. ദൈവത്തിന്റെ കടാക്ഷം പ്രിയ ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതിന് സ്തോത്രം, നീ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മ ധരിക്കുന്ന ഒരു ആത്മിക ജീവിതത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് ദൈവം നിങ്ങളെ കൈപിടിച്ച് നടത്തും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ റീസൺ എന്താണ്? അബ്രഹാം പറയുന്നു, പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞു. ദൈവം ഇതാ അതിന്റെ തൊട്ടു പുറകിൽ ദൈവം ഒരു പ്രോമിസ് അബ്രഹാമിന് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിന്റെ മേൽ പുറപ്പെടുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെടണമോ? നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടണമോ? നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ കാണുന്നുമോ? ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം നിങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിനകത്ത് നിന്ന് നിങ്ങൾ ചെയ്താൽ മതി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ താഴ്മ ധരിച്ചാൽ മാത്രം മതി. താഴ്മയുള്ളവനെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുന്നു, അബ്രഹാമേ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുക മാത്രമല്ല, അബ്രഹാമിന്റെ പേരിനെ ദൈവം വലുതാക്കാൻ പോകുകയാ. അബ്രഹാം ദേശത്ത് അറിയപ്പെടുന്നവനായി മാറാൻ പോകുകയാ. എവിടെ പോയാലും അബ്രഹാം എന്ന് പറയത്തക്ക നിലയിൽ അബ്രഹാമിന്റെ റേഞ്ചിനെ ദൈവം മാറ്റാൻ പോകുകയാ. ഇന്ന് ഹല്ലേലൂയ, ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ താഴ്മ ധരിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ ഭക്തിയിൽ ജീവിക്കാൻ, തുടർന്നും ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവ പൈതലെ, ഞാൻ ഇന്ന് ഹല്ലേലൂയ വിളിച്ചു പറയട്ടെ, ആമേൻ, നിന്റെ റേഞ്ചിനെ ദൈവം മാറ്റാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. ഇനി നീ ശാപമായിരിക്കുകയില്ല. നിന്റെ ശാപത്തെ ദൈവം മാറ്റാൻ പോകുകയാ. നീ ഇനി ശപിക്കപ്പെട്ടവനായിരിക്കുകയില്ല, നീ ഇനി ശപിക്കപ്പെട്ടവളായിരിക്കുകയില്ല. എന്നും രോഗം, എന്നും പട്ടിണി, എന്നും കടഭാരം, ആമേൻ, എന്നും നിന്ന, എന്നും പരിഹാസം എന്ന ക്രമത്തിൽ, ആമേൻ, ഹല്ലേലൂയ, നീ ഇനി മുന്നോട്ട് തുടർന്ന് പോകാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. പകരം അവന്റെ സന്നിധിയിൽ നീ താഴ്ത്തി കൊടുക്കാൻ തയ്യാറാകുമ്പോൾ, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അനുഗ്രഹ സമൃദ്ധിയിലേക്ക് ദൈവം നിന്നെ കരം പിടിച്ച് നടത്തും.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ആമേൻ. ഈ മെസ്സേജിൽ കൂടി ഞാൻ പറയുന്നു, ആമേൻ, നീ ഒരു അനുഗ്രഹമാണ്. ദൈവദാസനെ, നീ ഒരു അനുഗ്രഹമാണ്. നിന്റെ കുടുംബത്തിന് നീ ഒരു അനുഗ്രഹമാണ്. നിന്റെ സഭയ്ക്ക് നീ ഒരു അനുഗ്രഹമാണ്. നിന്റെ ദേശത്തിന് നീ ഒരു അനുഗ്രഹമാണ്. ആമേൻ, ഹല്ലേലൂയ. നിന്റെ രക്തബന്ധങ്ങളുടെ നടുവിൽ നീ ഒരു അനുഗ്രഹമാണ്. ലോകത്തിൽ തന്നെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ പോകുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ മെസ്സേജ് കേട്ട സകല ദൈവമക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകല അഭിഷിക്തന്മാരെയും യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. അവരുടെ കഷ്ടതകൾ, അവരുടെ ഭാരങ്ങൾ, അവരുടെ നിന്ദകൾ, അവരുടെ പ്രയാസങ്ങൾ സകലതും മാറി, ആമീൻ, ദൈവഭക്തിയിലും താഴ്മയിലും, ആമീൻ, അവർ മടങ്ങി വന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കൂ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവ സമൃദ്ധിയായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആ താഴ്മയോടെ, വിനയത്തോടെ ആത്മിക ജീവിതത്തെ, ആമേൻ, മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ആമേൻ, ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.